കൂപ്പകരങ്ങളോടെ യൽത്താരയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുമായ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയം ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ സ്തുതിപ്പുകളായി ദിവസത്തിലേക്ക് ഉയർത്തി നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. എൻ്റെ ഹൃദയമിടിപ്പുകൾ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാകട്ടെ. നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മുടെ ഹൃദയമിടിപ്പുകൾ, ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷേ നമ്മുടെ മൂവ്മെന്റ്, നമ്മുടെ അനുദിന യാത്രകൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മളായിരിക്കുന്ന കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇടങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയിട്ടാണ് ഇടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കർത്താവിനെ സ്നേഹിക്കാനുള്ള ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നീ ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നീ ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പൊ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങണം. എന്നെക്കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഈ ചെറിയ ജീവിത കാലഘട്ടത്തിൽ എനിക്കെന്ത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അല്ലാതെ നിരന്തരം എനിക്കെന്ത് ഈശോ തരാൻ പറ്റും, എനിക്ക് വേണ്ടി ഈശോ എന്ത് തരാൻ പറ്റും, എനിക്ക് ഈശോയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായി നമ്മൾ മാറരുത്. കാരണം യേശു തനിക്ക് സ്വന്തമായിട്ടുള്ള തൻ്റെ ജീവൻ തന്നെ പൂർണ്ണതയിൽ നമുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞവനാണ്. ഇനി നമ്മൾ ഊറ്റി കുടിക്കാൻ എന്നാ ഉള്ളേ? അവസാനത്തുള്ള രക്തവും നമ്മൾ അവനിൽ നൂറ്റിയെടുത്തില്ലേ? എൻ്റെ ശേഷിക്കുന്ന ജീവിതം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അതിനുവേണ്ടി എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങിയോ? ലോകത്തിന് വേണ്ടി, ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ തരുന്ന അംഗീകാരത്തിന്, സ്നേഹത്തിന് വേണ്ടി അല്ലേ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കുമ്പോഴും, മക്കളെ, കർത്താവിന് വേണ്ടി ഇനി എന്നാ നമ്മുടെ ഹൃദയം തുടിക്കുന്നേ? നമുക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ ബലിയായി ഹോമിച്ചവന് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി ഇനി എന്നാ നമ്മുടെ ഹൃദയം തുടിക്കുന്നേ? തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് വേണ്ടി, നിനക്ക് വേണ്ടി തുടിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ സ്നേഹത്തെ പ്രതി ഏതറ്റം വരെ പോകാൻ കരുത്തെടുക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ആ സ്നേഹത്തിന് വേണ്ടി നിരന്തരം സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ആ സ്നേഹത്തിൽ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ഹൃദയമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങളിലും, ഞങ്ങളുടെ വേദനകളിലും, ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിലും, ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലും, ഞങ്ങളുടെ തിരസ്കരണ അനുഭവങ്ങളിലും, ഞങ്ങളുടെ മുറിവേറ്റ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, ഞങ്ങളുടെ ഇന്നലകളുടെ ഓർമ്മകളിൽ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ, എല്ലാറ്റിൻ്റെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ മക്കളെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയമാകണം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. മനസ്സിൽ സൂക്ഷിക്കുന്ന നിയോഗങ്ങൾ, നിങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ, അതെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ